നമസ്കാരം. ലോകം ഇതുവരെ കാണാത്ത ഒരു വലിയ ഊർജ യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? ലോകത്തിന്റെ എണ്ണക്കടത്ത് പാതയുടെ താക്കോൽ കൈവശമുള്ള ഇറാൻ ഒടുവിൽ ആ തീരുമാനം എടുത്തിരിക്കുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവരുടെ സഖ്യകക്ഷികൾക്കും ഗുണകരമാകുന്ന ഒരു തുള്ളി എണ്ണ പോലും ഇനി ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല. ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ഇറാന്റെ ഈ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയാണോ, അതോ ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പോകുന്ന മഹാവിപത്തിൻ്റെ തുടക്കമോ? വരാനിരിക്കുന്നത് ബാരലിന് $200 എന്ന അവിശ്വസനീയമായ എണ്ണവിലയാണ്. എന്താണ് ഹോർമുസ് കടലിടുക്കിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ ഒരു പാതയാണിത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 20%, അതായത് പ്രതിദിനം 2 കോടിയിലധികം ബാരൽ എണ്ണയും ഈ വഴിയിലൂടെയാണ് കപ്പലുകളിൽ കടന്നു പോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോക വിപണിയിലെത്തണമെങ്കിൽ ഈ ഇടുങ്ങിയ പാത കടന്നേ മതിയാവൂ. ഇറാന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പാതയുടെ നിയന്ത്രണം ഇറാന്റെ സൈനിക ശക്തിയായ റവല്യൂഷണറി ഗാർഡ്സിന്റെ പക്കലാണ്. ഇവിടെ ഒരു തടസ്സമുണ്ടായാൽ ലോകത്തെ എണ്ണ വിതരണ ശൃംഖല പാടെ തകരും. ഇറാൻ ഇപ്പോൾ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് മാറാൻ കാരണമെന്താണ്? 2026 മാർച്ചിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ നിലയങ്ങൾക്കും നേരെ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയതോടെയാണ് ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് എണ്ണക്കയറ്റുമതി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലോകത്ത് മറ്റാരും അത് ചെയ്യില്ല എന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. അമേരിക്കൻ താൽപ്പര്യങ്ങളുള്ള ഏതൊരു കപ്പലും തങ്ങൾക്ക് ലെജിറ്റിമേറ്റ് ടാർഗറ്റ് അഥവാ നിയമപരമായ സൈനിക ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞു. ഡ്രോണുകളും ആൻറ്റിഷിപ്പ് മിസൈലുകളും ഉപയോഗിച്ച് ഏതു നിമിഷവും ആക്രമണം നടത്താൻ ഇറാൻ സർവ്വസജ്ജമാണ്. ഇനി ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളിലേക്ക് വരാം. പ്രിപ്പയർ ഫോർ $200 പെർ ബാരൽ എന്നാണ് ഇറാൻ ലോകത്തോട് പറയുന്നത്. നിലവിൽ $80 മുതൽ $90 നിൽക്കുന്ന എണ്ണവില $200 കുതിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? പെട്രോൾ, ഡീസൽ വിലകൾ ഇരട്ടിയാകും. അത് ചരക്ക് നീക്കത്തെ ബാധിക്കുകയും ലോകമെമ്പാടും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയെപ്പോലുള്ള വികസ്വര രാജ്യങ്ങളെ ഇത് ഏറ്റവും മോശമായി ബാധിക്കും. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമുസ് അടഞ്ഞാൽ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് വമ്പിച്ച സാമ്പത്തിക നഷ്ടത്തിനും ചരക്ക് ക്ഷാമത്തിനും വഴിവെക്കും. എന്നാൽ അമേരിക്ക ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ തയ്യാറല്ല. ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും അത് തടയാൻ ഇറാനെ അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട ഇപ്പോൾ തന്നെ മേഖലയിൽ റോന്തു ചുറ്റുന്നുണ്ട്. ഇറാൻ കടലിടുക്ക് അടച്ചാൽ അതൊരു പൂർണ്ണതോതിലുള്ള ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേലും ഇതിനോടകം തന്നെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. ലോകം ഒരു വൻ പ്രതിസന്ധിയുടെ മുനമ്പിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് ഇറാന്റെ സൈനിക കരുത്തും മറുവശത്ത് അമേരിക്കൻ സഖ്യത്തിന്റെ സമ്മർദ്ദവും. ഹോർമുസ് കടലിടുക്കിലെ ഓരോ നീക്കവും നിങ്ങളുടെ പോക്കറ്റിനെയും ആഗോള രാഷ്ട്രീയത്തെയും ബാധിക്കും. ഈ യുദ്ധം എണ്ണവിലയെ എവിടെ എത്തിക്കും? പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.